നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 14 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി ചോദ്യങ്ങളിലേക്ക് പോകാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 14 കറണ്ട് അഫയേഴ്സ് ആണ്. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ജമ്മു കാശ്മീരിലെ യൂത്ത് വോട്ടർ അവയർനെസ് അംബാസിഡറായി അടുത്തിടെ നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വേറെ ആരുമല്ല, സുരേഷ് റെയ്നയാണ്. ജമ്മു കാശ്മീരിലെ യൂത്ത് വോട്ടർ അവയർനെസ് അംബാസിഡറായി അടുത്തിടെ നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ്? മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ്? സുരേഷ് റെയ്ന. ഓക്കെ, മറക്കരുത്. രണ്ടാമത്തെ ചോദ്യം, ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം. ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം. ഓക്കെ, 1991 മുതലാണ് ഊർജ സംരക്ഷണ ദിനം ആചരിച്ചു തുടങ്ങിയത്. അപ്പൊ നമ്മൾ ഈ ഡിസംബറിൽ തന്നെ കുറെ ദിവസങ്ങൾ പഠിച്ചിരുന്നു. നമുക്ക് എല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പം ഡിസംബർ 12 എന്താണ്? അന്താരാഷ്ട്ര ആരോഗ്യ പരിരക്ഷാ ദിനമാണ്. ഡിസംബർ 11 ലോക പർവ്വത ദിനം. ഡിസംബർ 10 ദേശീയ മനുഷ്യാവകാശ ദിനം. ഡിസംബർ 9 അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം. ഡിസംബർ 6 മഹാപരിനിർവാൺ ദിനം. ഡിസംബർ 5 അന്താരാഷ്ട്ര മണ്ണ് ദിനം. ഡിസംബർ 4 നാവികസേനാ ദിനം. ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനം. വികലാംഗ ദിനം എന്നുള്ളത് മാറ്റി ഭിന്നശേഷി ദിനം എന്നാക്കിയിട്ടുണ്ട്, ഓർത്തു നോക്കാം. ലോക ഭിന്നശേഷി ദിനമാണ് ഡിസംബർ 3. ഇനി ഡിസംബർ 2 ദേശീയ കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. ഡിസംബർ 1 എയ്ഡ്സ് ദിനം. നമ്മൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നാണ് പറഞ്ഞത്? ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. മറക്കരുത്. ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. മൂന്നാമത്തെ ചോദ്യം, ആഴ്ചയിൽ ഒരിക്കൽ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുമായി നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ പ്രജാ ദർബാർ എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ഓർത്തു നോക്കുക, വേണമെങ്കിൽ ഇങ്ങനെ മാത്രമേ ചോദിക്കൂ. പ്രജാ ദർബാർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത് ആൻസർ നമുക്ക് പറയാം, തെലങ്കാന. ഓക്കെ, ആഴ്ചയിൽ ഒരിക്കൽ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുവാനായി തെലങ്കാന സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയുടെ പേരും ചോദിക്കാം. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. പ്രജാ ദർബാറും തെലങ്കാനയും പഠിക്കാം. നമ്മൾ ഈ മാസം തന്നെ തെലങ്കാനയെ കുറിച്ച് 2 ഫാക്ടുകൾ പഠിച്ചിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ഫാക്ട്, സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനമാണ് തെലങ്കാന. ഈ അടുത്താണ് അത് നടന്നത്. അതുകൂടാതെ ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് ടെമ്പിൾ എവിടെയാണ് സ്ഥാപിതമായത്? അത് തെലങ്കാനയിലാണ്. മറക്കരുത്. ഓക്കെ, നമുക്കിനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം സിമ്പിൾ ആണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദി. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദി ഏതാണ്? ഈസിയാണ്, അമേരിക്ക. കോപ്പ അമേരിക്ക വേദി അമേരിക്ക. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2023 33ാമത് വ്യാസ സമ്മാന അർഹയായത്? 2023 33ാമത് വ്യാസ സമ്മാന അർഹയായത് പുഷ്പ ഭാരതിയാണ്. കൃതി യദോം യദോം ഓർ യദോ. യദോം യദോം ഓർ യദോ എന്നതാണ് പുഷ്പ ഭാരതിയുടെ വ്യാസ സമ്മാനാർഹമായ കൃതി. ഓക്കെ, ഇതോടെ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അവസാനിക്കുകയാണ്. നമ്മുടെ LDCയുടെ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് LDCയുടെ ലൈവ് പോകുന്നുണ്ട് നമ്മുടെ റൂട്ടഡ് ആപ്പ് വഴി. എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ആപ്പ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയ്ക്കും നോട്ടുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.